നടൻ മോഹൻ ശർമ്മയാണ് ഇപ്പോഴത്തെ താരം. ഒരു കാലത്ത് സൂപ്പർ താരമായിരുന്ന മോഹൻ സമ്പത്തും പ്രശസ്തിയും ഒക്കെ നഷ്ടപ്പെട്ട് ചെന്നൈയിലെ വൃദ്ധസദനത്തിൽ കഴിയുന്ന മോഹൻ്റെ വാർത്തകൾ ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും നിറയുന്നു. മോഹൻ ഒരു കാലത്ത് മലയാള സിനിമയിൽ തിളങ്ങി നിന്ന താരമായിരുന്നു. ചട്ടക്കാരി, കായലും കയറും, നെല്ല് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ പ്രേം നസീറിന് ബദലായി റൊമാൻറ്റിക് സൗന്ദര്യത്തിൻ്റെ പുതിയ പതിപ്പായി മോഹൻ മാറി. സർവേക്കല്ല് അടക്കമുള്ള ചിത്രങ്ങൾ, ആ ചിത്രങ്ങളൊക്കെ വലിയ ഹിറ്റായിരുന്നു. മോഹന് എവിടെയാണ് പിഴച്ചത്? മോഹന് പിഴച്ചത് സ്വന്തം ജീവിതത്തിലാണ്. ഒരു കാലത്ത് രജനീകാന്തിൻ്റെയും ജയലളിതയുടെയും വസതികൾ നിലനിന്നിരുന്ന പോയസ് ഗാർഡനിൽ മോഹനും വീടുണ്ടായിരുന്നു. അത്ര തിരക്കായിരുന്നു മോഹന്, അത്ര താരമൂല്യമായിരുന്നു മോഹൻ ശർമ്മ എന്ന മോഹന്. 20 ചിത്രങ്ങൾ അദ്ദേഹം നിർമ്മിച്ചു, 5 ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തു. പല ചിത്രങ്ങളും ദേശീയ അവാർഡുകൾ വാരിക്കൂട്ടി. പക്ഷേ പലതും തിയേറ്ററുകളിൽ എത്തിയില്ല. അവാർഡുകൾ വാരുന്ന ചിത്രങ്ങൾ തിയേറ്ററുകളിൽ എത്താത്തത് ഒരു നിർമ്മാതാവിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. പല നിർമ്മാതാക്കൾക്കും ഈ തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. അതാകാം മോഹനെ സാമ്പത്തികമായി വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടത്. മോഹൻ മലയാളത്തിൽ ശ്രദ്ധയാകർഷിക്കുന്നത് ചട്ടക്കാരി എന്ന ചിത്രത്തിലൂടെയാണ്. ലക്ഷ്മി മോഹൻ ജോഡികൾ തകർത്തഭിനയിച്ച ചിത്രം, ഇരുവരും നന്നായി ഇഴുകിച്ചേർന്ന് അഭിനയിച്ച ചിത്രം, ലക്ഷ്മിയുടെയും മോഹൻ്റെയും കിടപ്പറ രംഗങ്ങൾ കൊണ്ട് സമ്പന്നമായ ചിത്രം, ലക്ഷ്മിയുടെ തുളയഴകും മാറിട വെളിവും ഒക്കെ KS സേതുമാധവൻ നന്നായി ഒപ്പിയെടുത്ത ചിത്രം. അതിലൊക്കെ ഉപരി പമ്മൻ എന്ന നോവലിസ്റ്റിൻ്റെ ചട്ടക്കാരി എന്ന നോവൽ വളരെ മനോഹരമായി ആവിഷ്കരിച്ച ചിത്രം. അതിലുമൊക്കെ ഉപരിയായി അടൂർ ബാസി എന്ന നടൻ്റെ വ്യത്യസ്തമായ അഭിനയ ശൈലി പ്രേക്ഷകർ കണ്ടറിഞ്ഞ ചിത്രം. അതൊക്കെയായിരുന്നു ചട്ടക്കാരി. സർവേക്കല്ലിലും മോഹനായിരുന്നു ലക്ഷ്മിയുടെ നായകൻ. രാഗമാണ് മോഹൻ ലക്ഷ്മി ടീമിൻ്റെ മറ്റൊരു സൂപ്പർ ഹിറ്റ് ചിത്രം. അതിലും അടൂർ ബാസി അസാധ്യമായ അഭിനയമാണ് കാഴ്ചവെച്ചത്. ഭീം സിംഗ് ആയിരുന്നു ആ ചിത്രം സംവിധാനം ചെയ്തത്. രാഗം ലക്ഷ്മി മോഹൻ ടീമിൻ്റെ മറ്റൊരു സൂപ്പർ ഹിറ്റായി മാറി. ലക്ഷ്മിയെ വിവാഹം കഴിച്ചതാണ് മോഹൻ്റെ തകർച്ചയ്ക്ക് കാരണമെന്ന് അക്കാലത്തെ സിനിമാക്കാർക്ക് അറിയാം. ലക്ഷ്മി ഒരിക്കലും ഒരു പുരുഷനിൽ ഒതുങ്ങുന്ന വ്യക്തിയല്ലായിരുന്നു, സ്ത്രീയല്ലായിരുന്നു. നിംഫോമാനിയാക് എന്ന് അറിയപ്പെടുന്ന ഒരു പ്രത്യേകതരം ലൈംഗിക മാനസികാവസ്ഥയുടെ പ്രതിഫലനമായിരുന്നു ലക്ഷ്മി. അതുകൊണ്ട് തന്നെ അവർ പല വിവാഹങ്ങളും കഴിച്ചു. ആദ്യം ഭാസ്കര വിവാഹം കഴിച്ചു, പിന്നെ മോഹനെ വിവാഹം കഴിച്ചു, പിന്നെ ശിവചന്ദ്രനെ വിവാഹം കഴിച്ചു. ഇങ്ങനെ ഉടുതുണി മാറും പോലെ ലക്ഷ്മി പുരുഷന്മാരെ മാറി. മോഹൻ ലക്ഷ്മി വിവാഹം കഴിക്കുന്നത് ലക്ഷ്മിയുടെ ജീവിതത്തിലെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ വെച്ചാണ്. ഒറ്റപ്പെട്ട എന്ന ലക്ഷ്മി ആദ്യ വിവാഹത്തിൽ നിന്ന് മോചിതയായി മകൾ ഐശ്വര്യമൊത്ത് ഒറ്റപ്പെട്ട എന്ന ലക്ഷ്മിയെ മോഹൻ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. ജീവിതത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ മോഹന് ലക്ഷ്മി സമ്മാനിച്ചത് വില കൂടിയ പെർഫ്യൂം. ഐശ്വര്യയെ സ്വന്തം മകളെ പോലെയാണ് മോഹൻ കണ്ടത്. ഐശ്വര്യയെ സ്വന്തം മകളെ പോലെ മോഹൻ കാണുക മാത്രമല്ല, ഐശ്വര്യയെ നന്നായി വളർത്താൻ അദ്ദേഹം ആഗ്രഹിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് ലക്ഷ്മി തനിക്കുണം കാണിച്ചു തുടങ്ങി. ഇരുവരും അകന്നു, ഇരുവരും 2 തട്ടിലായി മാറി. ലക്ഷ്മിയും മോഹനും 2 ബെഡ്റൂമുകളിലായി പിന്നീട് താമസം. ഒരു വീട്ടിൽ 2 ബെഡ്റൂമിൽ താമസിക്കുന്ന ഗതികേടിലേക്ക് എത്തിച്ചേർന്നു. ഒരു ദിവസം മോഹൻ വന്നപ്പോൾ കണ്ടത് കാമുകനുമായി ഇണചേരുന്ന ലക്ഷ്മിയെ. തകർന്നരിപ്പണമായ മോഹൻ വീട് വിട്ടിറങ്ങി. പിന്നീട് ശാന്തി എന്ന യുവതിയെ മോഹൻ വിവാഹം കഴിച്ചു. ആ വിവാഹ ജീവിതവും മോഹന് തിക്ത അനുഭവങ്ങളുടെ കയ്പ് നീരാണ് നൽകിയത്. എന്തായാലും മോഹൻ ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നു. ഒരു കാലത്തെ സൂപ്പർ താരം ഇപ്പോൾ വൃദ്ധസദനത്തിൽ കഴിയുന്നു.
ഇത് മനുഷ്യന്റെ വിധിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. വിധിയോടൊപ്പം സഞ്ചരിക്കുക മാത്രമേ മനുഷ്യന് ചെയ്യാൻ പറ്റൂ. ഒരു മനുഷ്യനെ നിയന്ത്രിക്കുന്നത് അയാളുടെ വിധിയാണ്, അയാളുടെ നിയോഗമാണ്. മോഹൻ ജീവിതത്തിൽ മദ്യപിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹവുമായി അടുപ്പമുള്ളവർ പറയുന്നത്. മുമ്പ് അദ്ദേഹം സിഗരറ്റ് വലിക്കുമായിരുന്നു, പിന്നീട് അദ്ദേഹം അതും നിർത്തി. മുഴുവൻ പേര് മോഹൻ ശർമ്മ എന്നാണ്. വളരെ യാഥാർത്ഥികമായ ഒരു ജീവിതമായിരുന്നു അദ്ദേഹം നയിച്ചിരുന്നത്. പണമെല്ലാം നല്ല സിനിമയ്ക്ക് വേണ്ടി വിനിയോഗിച്ച നല്ല മനുഷ്യൻ, അതാണ് മോഹൻ. അതുകൊണ്ടാണ് ചെന്നൈ റോട്ടറി ക്ലബ്ബ് അദ്ദേഹത്തെ സഹായിക്കാൻ എത്തിയത്. ഇപ്പോൾ അദ്ദേഹത്തിന് വൃദ്ധസദനത്തിലെ വാടകയും മറ്റുമൊക്കെ സൗജന്യമാണ്. പക്ഷേ മരുന്നുകൾക്ക് മാത്രം 40,000-ഓളം രൂപ വേണ്ടിവരും. രജനീകാന്ത് 1,00,000 രൂപ ഇട്ടുകൊടുത്തു എന്നാണ് വാർത്തകളിൽ അറിയുന്നത്. രജനീകാന്തിൻ്റെ ഒക്കെ 1,00,000 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാലത്ത് രജനീകാന്തിനോടൊപ്പം തന്നെ താരമൂല്യമുള്ള നടനായിരുന്നു മോഹൻ. നല്ല ഉയരവും നല്ല സൗന്ദര്യവുമുള്ള നടൻ. മലയാളത്തിന് ഒരുപാട് സംഭാവനകൾ ചെയ്യാൻ കഴിയുമായിരുന്ന നടൻ. പക്ഷേ അദ്ദേഹം സ്വയം കുഴിച്ച കുഴിയിൽ വീഴുകയായിരുന്നു. മോഹൻ്റെ ജീവിതത്തെക്കുറിച്ച് മോഹൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം വീട്ടിൽ കയറി വന്നപ്പോൾ തൻ്റെ ഭാര്യയായ ലക്ഷ്മി മറ്റൊരാളുമായി ഇണചേരുന്നത് കാണേണ്ടി വരുന്ന രംഗം, അത് കണ്ട് ഹൃദയം തകർന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്ന രംഗം. ആ രാത്രി ചെന്നൈ നഗരത്തിൽ, അന്നത്തെ മദ്രാസ് നഗരത്തിൽ ഒറ്റപ്പെട്ടു പോയ രംഗം. ആ രംഗമൊക്കെ മോഹൻ ഒരു അഭിമുഖത്തിൽ ഓർത്തെടുത്തു. ആ അഭിമുഖം വാദമായപ്പോൾ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞതിനെ പറ്റി മോഹൻ പശ്ചാത്തപിച്ചു. അദ്ദേഹം മാപ്പ് ചോദിച്ചു. താൻ അന്നത്തെ അവസ്ഥയിൽ പറഞ്ഞു പോയതാണ് എന്ന് അദ്ദേഹം പിന്നീട് പറഞ്ഞു. ലക്ഷ്മി ഇപ്പോൾ മോഹനെ ഓർക്കുന്നുണ്ടാകില്ല. ഇപ്പോഴത്തെ പ്രേക്ഷകർക്കും മോഹനെ അറിയില്ല. മോഹനുണ്ടായിരുന്നു മലയാള സിനിമയിൽ. ദീർഘകാലത്തിന് ശേഷം അദ്ദേഹം ശക്തമായൊരു തിരിച്ചുവരവ് നടത്തിയത് ദാദാ സാഹിബിലെ വില്ലൻ വേഷത്തിലൂടെയാണ്. പലതരത്തിലുള്ള വേഷങ്ങളിലൂടെ ഒരു തിരിച്ചുവരവ് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. തെന്നിന്ത്യ കണ്ട ഏറ്റവും സൗന്ദര്യമുള്ള മുഖങ്ങളിൽ ഒന്നായിരുന്നു അദ്ദേഹം. ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. ലക്ഷ്മിയെ വിവാഹം കഴിച്ചില്ല എങ്കിൽ. ലക്ഷ്മിയുടെ ട്രാപ്പിൽ മോഹൻ പെട്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാം. ലക്ഷ്മി മോഹനെ വിട്ട് വീണ്ടും പുതിയ വിവാഹബന്ധങ്ങളും പ്രണയബന്ധങ്ങളും തേടിപ്പോയി. ലൈംഗിക സുഖത്തിനു വേണ്ടി ലക്ഷ്മി പുരുഷന്മാരെ ഹോമിച്ചു. ഇപ്പോൾ മോഹൻ വൃദ്ധസദനത്തിൽ. മോഹൻ്റെ കരളലിയിപ്പിക്കുന്ന വാർത്തകൾ ഫേസ്ബുക്കിൽ നിറയുമ്പോൾ മോഹൻ്റെ ജീവിതത്തിലെ അറിയാ കഥയാണ് പൊളിറ്റിക്സ് കേരള പറയുന്നത്.